ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഡയമണ്ടിനൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടി ഒരു ക്യാൻവാസ് പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കി, എന്നിട്ട് സ്കെയിലെടുത്ത് പേപ്പർ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി വരച്ചെടുത്തു. ഇനി അതിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ച് അത് അടയാളപ്പെടുത്തി. എന്നിട്ട് ലെങ്ത് 6.5 അതും നമ്മൾ അടയാളപ്പെടുത്തുന്നു. മുകളിൽ എത്രയാണോ നമ്മൾ അടയാളപ്പെടുത്തിയത് അതുപോലെ തന്നെ താഴെയും അടയാളപ്പെടുത്തണം, 2.25 ഇഞ്ച്. എന്നിട്ട് അവിടെയും 6.5 ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ഒരു സ്ക്വയർ വരച്ചെടുക്കാം. എന്നിട്ട് ഈ സ്ക്വയർ വരച്ചതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കാലിഞ്ച് വീണ്ടും അടയാളപ്പെടുത്തി അവിടെ ഒരു വര വരയ്ക്കുക, ഈ 6.5 ഇഞ്ച് നീളത്തിൽ. എന്നിട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്നും ആ 6.5 ഇഞ്ചിൽ നിന്നും 2 ഇഞ്ച് മുകളിലോട്ടൊന്ന് അടയാളപ്പെടുത്തുക, 2 ഇഞ്ച് മുകളിലോട്ട്. എന്നിട്ട് നമുക്ക് കർവ് ഷേപ്പ് സ്കെയിലെടുത്ത് എന്നിട്ട് നമുക്ക് ഇത് അവിടെ വെച്ചൊന്ന് ഷേപ്പ് ചെയ്യാം. ആ രണ്ടാമത്തെ വരയിലാണ് ഷേപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് തിരിച്ച് മുകളിലും അതേപോലെ ഷേപ്പ് ചെയ്യണം. ആ സ്കെയിൽ വെച്ച് തന്നെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തു. അത് രണ്ടാമത്തെ ലൈനിൽ നിന്നാണ് ഈ ഷേപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ ഇഞ്ച് വീതം നമുക്ക് അടയാളപ്പെടുത്തി ഇങ്ങനെ അത് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ഒരു തുണിയിലോട്ട് അയൺ ചെയ്ത് ഈ തുണിക്കകത്തോട്ടെടുത്ത് നമുക്കിതിനെ അയൺ ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ അയൺ ചെയ്തെടുത്തിരിക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് വേസ്റ്റായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മളതിനെ മടക്കി അടിക്കണം, അതിൻ്റെ 4 സൈഡ്. എന്നിട്ട് നമ്മളിനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ലെവൽ ചെയ്യാൻ വേണ്ടി അത് കട്ട് ചെയ്യണം, നമുക്കത് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ തുണിയുടെയും ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ കറക്റ്റാക്കി ഇപ്പം രണ്ടും കട്ട് ചെയ്ത് ഇനി അതിൻ്റെ ഈ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് ഈ നെക്ക് എടുത്ത് വെച്ചിട്ട് നല്ല വശത്ത് വേണം വയ്ക്കാൻ. എന്നിട്ട് അത് ആ കട്ട് ചെയ്ത ഭാഗം രണ്ടും കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ട് അവിടെ ഓരോ പിന്നും കുത്തി വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ അത് തെന്നി മാറി കറക്റ്റ് സ്ഥലത്ത് തന്നെ നിൽക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും തയ്ച്ചെടുക്കുക.
ഇപ്പം നമ്മളിത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ പിന്നെ ഒരു മല്ലിയുടെ ഇതിൻ്റെ അടുക്ക് ഭാഗം കട്ട് ചെയ്ത് കളയണം. കഴുത്തിൻ്റെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ നടുഭാഗമെല്ലാം ആ മുന്ന പോലെ ഇരിക്കുന്ന ഭാഗമെല്ലാം നല്ലപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ബാക്കി ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിനെ പതിച്ചടിക്കണം. ആ കഴുത്ത് അങ്ങോട്ടിട്ടിട്ട് അകത്തോടെ കഴുത്തിൻ്റെ ഭാഗത്ത് വേണം പതിച്ചടിക്കാൻ. ഇപ്പോഴത്തെ നമ്മുടെ തുണിയുടെ ഭാഗത്ത്, മെയിൻ തുണിയുടെ ഭാഗത്തല്ല, അങ്ങനെ പതിച്ചടിച്ച് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് തിരിച്ചിടണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ നെക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അടിപൊളി ഒരു നെക്കാണ്. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു.